ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ്. അവിടെ ഈ സമരിയാക്കാരി സ്ത്രീ ഈശോയുടെ പക്കൽ നിന്ന് തിരികെ വന്നിട്ട് ഈ നാട്ടുകാരോട് പറയുകയാണ്, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങൾ ഒന്ന് കാണും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ആ സ്ത്രീയുടെ സാക്ഷി മൂലം അനേകം പേർ ഈശോയിൽ വിശ്വസിച്ചു എന്ന് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വ്യക്തിപരമായ ഒരു സാക്ഷ്യം അനേകം പേരെ ഈശോയിലേക്ക് അടുപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങളൊന്ന് കാണും. ഈ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്ത്രീ സമരിയാക്കാരി സ്ത്രീ ചെയ്ത കാര്യങ്ങൾ അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, അല്ലെ? അത്ര സമൂഹത്തിന് മുമ്പിൽ അത്ര വില പിടിപ്പുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. മോശം ഒരു ഹിസ്റ്ററി ആയിരുന്നു ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടും ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങളൊന്ന് കാണുവിൻ എന്ന് പറയുമ്പോൾ അനേകം പേര് അവളുടെ സാക്ഷി മൂലം ഈശോയിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലെ ഈ പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് നിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ സമൂഹത്തിന് മുമ്പിൽ അത്ര വിലപിടിപ്പുള്ള കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. ഒരുപക്ഷെ നിന്റെ സങ്കടങ്ങളാകാം, നിന്റെ ചില പ്രതിസന്ധികളാകാം, ഇടറി വീണ ചില കാര്യങ്ങളാകാം. അതൊന്നും സമൂഹത്തിന് മുമ്പിൽ ഒരു കാലഘട്ടത്തിൽ വലിയ വിലയില്ലാതിരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പക്ഷെ അതെല്ലാം ദൈവം അവരെ നിന്നിലൂടെ ദൈവത്തിലേക്ക് എത്തിക്കാനായിട്ട്, മറ്റുള്ളവരെ നിന്നിലൂടെ ദൈവത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഉപകരണമാക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിലെ ഈ സമരിയാക്കാരി സ്ത്രീയെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഈ പഴയകാല ചില അനുഭവങ്ങളും പിന്നീട് ദൈവാനുഭവം ഉണ്ടായി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് ഒരു സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അനുഭവങ്ങളിലൂടെ തന്നെ, അതായത് ഒരു കാലഘട്ടത്തിൽ ഒട്ടും വിലയില്ലാത്തതായിട്ട് നമ്മൾ കരുതുന്ന ചില അനുഭവങ്ങളിലൂടെ തന്നെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കാനായിട്ട് ആ അനുഭവങ്ങൾ ദൈവം ഒരു ഉപകരണമാക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ പിന്നാലെ ആത്മാർത്ഥമായിട്ട് അനുയാത്ര ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ വിലയില്ലാത്ത ചില അനുഭവങ്ങളെ പോലും വിലയുള്ളതാക്കി മാറ്റാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം. ആ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.